അങ്ങനെ നമ്മൾ ഒരു മത്സരം കൂടി വിജയിച്ചിരിക്കുകയാണ്. ബേർഡ്സിന് പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് ഒരു അസിസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇസാക്കിൻ്റെ ഒരു നല്ല ഗോള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കളിയിൽ. പക്ഷേ അവസാനത്തെ ആ ഒരു 15-20 മിനിറ്റ് ഇൻക്ലൂഡിങ് ഇഞ്ചുറി ടൈം ശരിക്കും പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പായിരുന്നു ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അവസാനത്തെ ആ ഒരു 15 മിനിറ്റ് അവർ 9 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ കളിയിലേക്ക് ഒരുപാട് ഉൾവെലിഞ്ഞ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നത് അവരായിരുന്നു. പക്ഷെ നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ബേസിക്കലി നമ്മൾ കളീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ സാവി സിമൻസിന് റെഡ് കാർഡ് കിട്ടുന്നത് വരെ ഒരു നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നത് ടോട്ടൻഹാം ആണെന്ന് പറയാം നമുക്ക്. അത് കഴിഞ്ഞ് 33-ാമത്തെ മിനിറ്റിൽ സാവി സിമൻസിന് റെഡ് കാർഡ് കിട്ടി. അത് കഴിഞ്ഞ നമ്മളെ ന്യൂകാസിലിനോടുള്ള മത്സരത്തിൽ ആൻ്റണി ഗോർഡൻ ചെയ്ത അതേ സെയിം ഒരു എക്സാക്ട് റെപ്ലിക്ക ഫൗളാണ് സാവി സിമൻസും ചെയ്തത്. അപ്പം ഓൾറെഡി ആ ഒരു ഫൗള് റീപ്ലേ കണ്ട സമയത്ത് തന്നെ ഏകദേശം നമ്മളെല്ലാ ഫാൻസിനും മനസ്സിലായിട്ടുണ്ടാവും ഇത് റെഡ് കാർഡ് കൊടുക്കാൻ സാധ്യത കൂടുതലാണെന്ന്. 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഉണ്ടായ ആ ഒരു 14-15 മിനിറ്റ് മോശമില്ലാത്ത രീതിയിൽ നമ്മളൊരു ഗോളിന് ലീഡ് എടുക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പെർഫെക്ഷൻ നമ്മളൊരു ഫൈനൽ സൈഡിൽ വന്നിട്ടുണ്ടായില്ല. അത് കൂടാതെ എപ്പോഴെല്ലാം അവർക്ക് ബോൾ കിട്ടി അവർ നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ആ സമയത്തൊക്കെ നമ്മളെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ഇത് ഗോളാവോ, ഇത് ഗോളാവോ, അല്ലെങ്കിൽ ഇത് ബിഗ് ചാൻസ് ആയിട്ട് ക്രിയേറ്റ് ആവുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കളി കണ്ടുകൊണ്ടിരുന്ന എനിക്ക് കളിയിലുടനീളം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം അവർ 9 പേരായിട്ട് ചുരുങ്ങിയിട്ട് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് 9 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും അവർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എസ്പെഷ്യലി അവരെ ലെഫ്റ്റ് വിങ്ങിലൂടെ ആ ജെറ്റ് സ്പെൻസ് ഈ ഒരു മത്സരത്തിൽ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മൂവിങ് ഫോർവേഡ് പുള്ളിക്കാരൻ നല്ലൊരു അസറ്റാണ് ഇംഗ്ലണ്ട് ടീമിൽ. അപ്പം എപ്പോഴൊക്കെ അവർക്ക് ബ്രേക്ക് ഡൗൺ ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മളെ ഉള്ളിൽ ആ ഒരു നമ്മൾ ഡിഫെൻഡിങ്ങിൻ്റെ ഒരു ലോ ക്വാളിറ്റി ഉണ്ടല്ലോ ലിവർപൂൾ ഈ ഒരു സീസണിൽ കാണിക്കുന്നത്, അതൊക്കെ ഏകദേശം എല്ലാ ലിവർപൂൾ ഫാനിനെയും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി ബേസിക്കലി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ബ്രാഡ്ലിനെ വിളിച്ചു, എനിക്കൊന്ന് ബ്രാഡിക്ക് പരിക്കായതുകൊണ്ടാണ് അത് വിളിച്ചതെന്ന് തോന്നുന്നു. ബ്രാഡ്ലിനെ വിളിച്ചു, യൂഷ്വൽ സൊബോസ്ലൈനെ റൈറ്റ് ബാക്കിലേക്ക് എടുത്തിട്ടു. അത് കഴിഞ്ഞ് ഇസാക്ക് വന്നു, ഇസാക്ക് ഗോൾ അടിച്ചു. അത് പക്ക നമ്മൾ ഇസാക്കിനെ സൈൻ ചെയ്യുന്ന സമയത്ത് ലിവർപൂള് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഫാൻസ് ആയാലും മാനേജ്മെൻ്റ് ആയാലും ആഗ്രഹിക്കുന്ന ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നു ഇസാക്കിന്, നമുക്കത് കിട്ടുമെന്നില്ല. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു കളിയിൽ ഇസാക്ക് കാണിച്ചു തന്നത്. നല്ല ഷാർപ്പ് ഫിനിഷിങ്, അതുകൂടാതെ ബേർഡ്സിൻ്റെ ഒരു നല്ല ബോൾ. പക്ഷെ അത് ആ ഒരു ഗോളിലേക്ക് വന്നത് റൊമേറോൻ്റെ ഒരു അലക്ഷ്യമായ ഒരു മിസ് പാസ് ആണെന്ന് നമുക്ക് പറയാം. ഒരു ഭാഗ്യം ഉള്ളൊരു ഗോളാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ അസിസ്റ്റും ഗോൾ ഫിനിഷിങ്ങും ഒക്കെ ടോപ്പായിരുന്നു. സാഡ്ലി ഇസാക്കിന് പരിക്ക് പറ്റി. അത് ACL ആണോ ആംഗിളാണോ, എനിക്ക് തോന്നുന്നു ACL ആവാനാണ് സാധ്യത മിക്കവാറും. കാരണം ലാൻഡിങ് ഫുട്ടിൽ നമ്മൾ ചങ്ങായി സിസർ ടാക്ക്ലൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ആംഗിള് അവിടെ ഗ്രൗണ്ടിൽ ഫേമായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ആകെയുള്ള മൂവ്മെൻറ്റ് നീക്ക് മാത്രമേ ഉള്ളൂ. മിക്കവാറും എനിക്ക് നമ്മൾ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഇസാക്കിൻ്റെ ആ ഒരു മുഖഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചങ്ങായി ആ ഒരു നമുക്കല്ല എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമാറ്റം ഉണ്ടല്ലോ, ഒരു എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട അതുപോലെയായിരുന്നു ചങ്ങായിയുടെ മുഖം കാണുമ്പോൾ. എന്തായാലും എനിക്ക് തോന്നി ഇത് മിക്കവാറും, ഞാൻ ആദ്യം വിചാരിച്ചത് മിക്കവാറും ആംഗിളിന് എന്തെങ്കിലും ട്വിസ്റ്റ് പറ്റിയതായിരിക്കും. പക്ഷേ ചങ്ങായി മുട്ടിന് തൊട്ടിട്ടാണ് കരയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അറിയില്ല എത്രത്തോളം സീരിയസ് ആണ്, ഇനി ശരിക്കും ACL-നാണോ അല്ലെങ്കിൽ ആംഗിളിനാണോ എന്ന് യാതൊരു വിധ ഐഡിയ ഇല്ല. പോസ്റ്റ് മാച്ചിൽ പറഞ്ഞത് സ്ലോട്ടിന് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പം നെക്സ്റ്റ് ഡേ നമുക്കറിയാം സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സീരിയസ് ആയിരിക്കും ഇസാക്കിൻ്റെ ഇഞ്ചുറി എന്ന്. ഹോപ്പ്ഫുള്ളി വലിയ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ങായി ചെറുങ്ങനെ ഒരു ടീമുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് വരുന്നതില്ലോ. അതുകൂടാതെ നമ്മളെ രണ്ടാമത്തെ ഗോള് എക്കിറ്റിക്ക് ഫ്രിംഗ്പോങ്ങിൻ്റെ ക്രോസ് നിന്ന് എക്കിറ്റിക്കയുടെ ഗോള്. അപ്പോൾ 2 ഗോള് നമ്മൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അതാണ് ഈ
ഈ ഒരു സീസണിൽ മുഴുവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ലീഡ് 1 ഗോൾ 2 ഗോൾ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നമ്മളൊരു ടോപ്പ് ടയർ ക്ലബ്ബാണ്, നല്ല പ്ലെയേഴ്സാണ്, നല്ല ടീമാണ്. ഇപ്പോൾ ഒരു ബാഡ് പാച്ചിലൂടെ പോകുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ 1 ഗോൾ 2 ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ അന്നാടും ഡിഫെൻഡിങ്ങിലേക്ക് വലിയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെയാണോ അങ്ങനെ ഒരു ലീഡ് ഇങ്ങനെ കടിച്ചു തൂങ്ങി ജയിക്കാൻ നോക്കിയിട്ടില്ലേ, അപ്പോഴൊക്കെ നമുക്ക് അവസാനത്തെ നിമിഷങ്ങൾ ഗോൾ വീണ് സമനിലയോ തോൽവിയോ വന്നിട്ടുണ്ട്. ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ. എസ്പെഷ്യലി നമ്മളെ ലാസ്റ്റത്തെ ലീഡ്സിൻ്റെ മത്സരത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അവസാനത്തെ നിമിഷത്തിൽ ഗോൾ വീണ് നമ്മൾ സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാക്ടിക്സ് സ്ലോട്ട് എന്നാണ് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, അതുവരെ നല്ല ബോൾ പൊസിഷനിലൊക്കെ ആയിരുന്നു. അവർ 10 man ആണ്, നമ്മൾ 2 ഗോളിന് ലീഡാണ്. പക്ഷേ പുള്ളിക്കാരന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കേണ്ട ആ ഒരു ടാക്ടിക്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. അതാണ് ഈ ഒരു മത്സരത്തിൽ പ്രത്യേകിച്ച് റിച്ചാർലിസനെ ഇറക്കിയതിന് ശേഷം. കോളമുവാനിക്കൊക്കെ മോശമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ അടി നമ്മളെ കെർക്കസിൻ്റെ കാലിന് തട്ടിയിട്ട് ബാറിന് കൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിച്ചാർലിസൺ വന്നതിന് ശേഷം എന്താ പറയണ്ട, ഒരു കലക്കവെള്ളം ആയെന്ന് പറയില്ല. അതായത് ഇങ്ങനെ എല്ലായിടത്തും ഓടി ഭയങ്കര ഫിസിക്കലി അഗ്രസീവായിട്ടുള്ളൊരു പ്ലേ നമ്മളെ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് അവർ കൊണ്ടുവന്നേരം അവരെ എല്ലാ പ്ലെയേഴ്സിനും ആ ഒരു എനർജി അങ്ങ് കയറി വന്നു. അങ്ങനെയാണ് അതുവരെ അവർക്ക് ഒരു കോർണർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കോർണർ കിട്ടി. നമ്മളെ ഈ സീസണിൽ നമ്മളെ ഏറ്റവും വേഴ്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സെറ്റ് പീസ് ഡിഫെൻഡിങ് ആണ്. ഈ മത്സരത്തിലും അതിൽ യാതൊരു മാറ്റവും. ആ ബോള് ബോക്സിൽ 4 പ്രാവശ്യമായിട്ടും ബൗൺസ് ചെയ്തിട്ടുണ്ട്. ആ 4 പ്രാവശ്യത്തിൽ നിന്ന് ഒരാൾക്ക് വരെ ആ ബോൾ ക്ലിയർ ചെയ്താൻ പറ്റില്ല. അത്രയും ശോകമായൊരു ഡിഫെൻഡിങ് ആണ്. ആ ഒരു ഗോള് നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 2-3 വീഡിയോ ഒക്കെ അവസാനത്തെ ആ ഷോട്ട് വരുന്നതിന് മുന്നേ കാലൊക്കെ എത്തി വലിച്ച് നോക്കുന്നുണ്ട്, എന്നിട്ടും പന്തിന് തൊടാൻ പറ്റുന്നില്ല. അത്രയും മൂകമായ ഡിഫെൻഡിങ് ആയിരുന്നു ആ ഗോളിൽ വീണത്. ആ ഗോള് വീണതിന് ശേഷം അവന്മാർ പിന്നെ ഓൾറെഡി റിച്ചാർലിസൺ വന്നതിന് ശേഷം ഒരു എനർജി കിട്ടി. പിന്നെ ആ ഗോളും കൂടി വന്നതിന് ശേഷം അവന്മാർക്ക് ഭയങ്കര എനർജി ആയി. പിന്നെ ഒരേ അറ്റാക്ക്. പിന്നെ നമ്മളെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യണം. നമുക്ക് പിന്നെ സെക്കൻഡ് ബോളൊന്നും കിട്ടുന്നേ ഇല്ല. അവരെ തേർഡിലേക്ക് ബോൾ വരുന്നേ ഇല്ല. ആ ഒരു റൊമേറോ ആ ഒരു അനാവശ്യമായിട്ട് കൊണാട്ടേനെ കിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫൗള് കിട്ടി, എന്നാലും ഫ്രീ കിക്ക് എടുക്കാൻ നോക്കുക. ചങ്ങായി വെറുതെ അനാവശ്യമായിട്ട് കിക്ക്. ചങ്ങായിരെ ഒരു എന്താ പറയണ്ട, ഒരു വ്യക്തത ഇല്ലാത്തൊരു പ്ലെയറാണ് റൊമേറോ. നല്ല പ്ലെയറാക്കണം, നല്ല അഗ്രസീവായിട്ടൊരു പ്ലെയറാണ്. പക്ഷെ ആ ഒരു അഗ്രസീവ്നെസ് എല്ലാ സമയത്തും കാണിക്കണമെന്നില്ല. യെസ്, ഓൺ ദ ബോൾ കാണിക്കുക, പക്ഷെ ഓഫ് ദ ബോൾ ആ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സമയത്തും. അനാവശ്യമായിട്ട് വെറുതെ ഫൈറ്റിൽ ഏർപ്പെട്ടു, രണ്ടാമത്തെ യെല്ലോ കാർഡ് വാങ്ങിപ്പോയി. അർജന്റീൻ ഡിഫൻസിനെ വരുന്ന വേൾഡ് കപ്പിൽ നയിക്കേണ്ട പ്ലെയറാണ്, വൺ ഓഫ് ദ പ്ലെയർ. ഓട്ടോമെൻ്റി ഒക്കെ കളിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം പുള്ളിക്കാരനൊക്കെയാണ് കളിക്കേണ്ടത്. ഇതേപോലെ ആണെങ്കിൽ മിക്കവാറും അർജന്റീനയ്ക്ക് പണി വാങ്ങിത്തരാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനുശേഷം പിന്നെ ജോൺസിൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു. ആ മിസ്സിൽ എനിക്ക് തോന്നുന്നത് കൊണാട്ടയാണെന്ന് തോന്നുന്നു അത് ബ്ലോക്ക് ചെയ്തത്. ബിക്കോസ് ജോൺസ് ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു, കൊണാട്ട ഉണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് ഗോളായില്ല. ആ മിസ്സായ സമയത്ത് എൻ്റെ നെഞ്ചൊന്ന് പിടച്ചായിരുന്നു. ഞാൻ ഇത് കയറിക്കഴിഞ്ഞാൽ കളി തീർന്ന് സമനിലയായിരിക്കും. സമനില അല്ലെങ്കിൽ മിക്കവാറും അവന്മാർ ഒരു ഗോളും കൂടി എങ്ങനെ കടിച്ച് കയറ്റും എന്നുള്ളൊരു തോന്നലായിരുന്നു. ഭാഗ്യത്തിന് അത് കയറിയില്ല. അതിനുശേഷം അവസാനത്തെ മിനിറ്റിൽ കെർക്കസിൻ്റെ തന്നെ എഗെയിൻ ഒരു ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് ആലിസൺ ഒരു സേവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മൾ വിജയിച്ചു. എഗെയിൻസ്റ്റ് 9 man, 10 man ആയിരുന്നു മെജോറിറ്റി ടൈമിൽ. അവസാനം 10-15 മിനിറ്റിൽ 9 man ആയിരുന്നു. വിജയിച്ചു. പക്ഷെ ഡിഫെൻസീവ്ലി ഒരുപാട് വീക്ക്നെസ്, എല്ലാ ഇതിലും പറയുന്ന പോലെ വീക്ക്നെസ് ഉണ്ട്. എങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യണം. ഇതേപോലെ പോയിന്റ് കിട്ടണം, അത് മെയിനാണ് ഇനി വരുന്ന മത്സരം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വേർഡ്സ് ഒരുപാട് ഗെയിമിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
1-on-1, അതായത് കെർക്കസിൻ്റെ കൂടെ ആയാലും ജോൺസിൻ്റെ കൂടെ ആയാലും സബോസ്ലയുടെ കൂടെ ആയാലും എല്ലാവരും കൂടി നല്ല രീതിയിൽ പന്ത് കൊടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു കാര്യത്തിൽ ബേർഡ്സിനെ മോർ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ്. മിക്കവാറും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ബേർഡ്സിനെ അവിടെ കളിപ്പിക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം നമ്മളെ മൊട്ട സാർ എങ്ങനെയായിരിക്കും ഗാക്പോനെ ടീമിലെത്തിച്ചിട്ട് അതേ ചേഞ്ചൊക്കെ 11-ൽ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ കളി കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത മത്സരം വോൾസിനെതിരെയാണ്. അപ്പം അതിൽ എല്ലാവരെയും കാണാം. ബൈ ബൈ.